ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു കൂട്ടം സ്റ്റോക്കുകളാണ് ബ്രോക്കിംഗ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടതും ക്യാപിറ്റൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ടതുമായ സ്റ്റോക്കുകൾ. ഈ സ്റ്റോക്കുകളിലെല്ലാം തന്നെ ഇന്ന് സ്ട്രോങ് ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. ഈ സെക്ടറിലെ പല സ്റ്റോക്കുകളും 3 മുതൽ 12% ഉയരുകയും ചെയ്തു. ഏഞ്ചൽ വൺ ഇന്ന് 6.37% ഉയർന്ന് 2500 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ബ്രോക്കിംഗ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടതും ക്യാപിറ്റൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട പല സ്റ്റോക്കുകളും ഓൾ ടൈം ഹൈയിൽ നിന്നും 30 മുതൽ 40% ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ ബോട്ടം ഫിഷിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ സെക്ടറിൽ വന്നിരിക്കുന്നത്. 2026 വർഷത്തിലും ആളുകൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിലേക്കുള്ള താൽപ്പര്യം വർദ്ധിക്കുന്നതും കൂടുതൽ ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നതുമാണ് ഈ സെക്ടറിലെ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് നടത്തുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഏഞ്ചൽ വണ്ണിൻ്റെ ജനുവരി മാസത്തെ ബിസിനസ് അപ്ഡേറ്റ് പരിശോധിച്ചാൽ അക്കാര്യം വ്യക്തമാവുകയും ചെയ്യും. ഏഞ്ചൽ വൺ എന്ന സ്റ്റോക്ക് ജനുവരി മാസത്തെ ബിസിനസ് അപ്ഡേറ്റിന് ശേഷം 6.37% ഉയർന്ന് 2500 ക്ലോസിംഗ് നൽകി. 22,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 16.83. കമ്പനി പുറത്തുവിട്ട അപ്ഡേറ്റ് പ്രകാരം ഏഞ്ചൽ വണ്ണിൻ്റെ ടോട്ടൽ ക്ലയൻറ്റ് ബേസ് ഇയർ ഓൺ ഇയറിൽ 47.5%, മന്ത് ടു മന്ത് 2.1% വർദ്ധിച്ചു. ജനുവരി മാസത്തിൽ മാത്രം 0.61 മില്യൺ ക്ലയൻറ്റുകളെയാണ് ഏഞ്ചൽ വൺ ആഡ് ചെയ്തത്. ഇതുവഴി ഏഞ്ചൽ വണ്ണിൻ്റെ ടോട്ടൽ ക്ലയൻറ്റുകളുടെ എണ്ണം 30.13 മില്യനായി ഉയരുകയും ചെയ്തു. ഗ്രോസ് ക്ലയൻറ്റ് അക്വിസിഷൻ മന്ത് ടു മന്ത് 15.4%, ഇയർ ഓൺ ഇയറിൽ 36% വർദ്ധിച്ചു. കൂടാതെ കമ്പനിയുടെ ടേൺ ഓവർ മന്ത് ടു മന്ത് 6.2% വർദ്ധിച്ചപ്പോൾ ഇയർ ഓൺ ഇയറിൽ 29.8% ഡൗൺ ആവുകയാണ് ചെയ്തത്. ഡിസംബർ മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ജനുവരി മാസത്തിൽ കൂടുതൽ ട്രേഡിംഗ് ഡേ ഉണ്ടായതാണ് കമ്പനിയുടെ ടേൺ ഓവർ വർദ്ധിച്ചതിന് പിന്നിലെ ഒരു പ്രധാന കാരണം. കൂടാതെ പ്രോസസ്ഡ് ഓർഡർ പരിശോധിച്ചാൽ പ്രോസസ്ഡ് ഓർഡേഴ്സിൻ്റെ എണ്ണം മന്ത് ടു മന്ത് 5.4%, ഇയർ ഓൺ ഇയറിൽ 24.3% ഉയരുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ പെർഫോമൻസ് അത്ര മികച്ചതായിരുന്നില്ല. ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 8.1% വളർച്ച കൈവരിച്ചെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ നെറ്റ് പ്രോഫിറ്റ് ഇടിഞ്ഞു. ഇയർ ഓൺ ഇയറിൽ 260 കോടിയിൽ നിന്നും 281 കോടിയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് മെച്ചപ്പെട്ടപ്പോൾ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 423 കോടിയിൽ നിന്നും 281 കോടിയിലേക്കാണ് നെറ്റ് പ്രോഫിറ്റ് ഇടിഞ്ഞിരിക്കുന്നത്. കൂടാതെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 19% വർദ്ധിച്ച് 1059 കോടിയിൽ നിന്നും 1262 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് 30% ഡിസ്കൗണ്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന സവിശേഷത. കൂടാതെ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 2000 വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. 2000 താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് സ്റ്റോക്കിനെ നമ്മൾക്ക് പരിഗണിക്കാം. വരും സമയങ്ങളിൽ 2500 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ 3000, 3500 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് നീങ്ങാനും സാധ്യത കൂടുതലാണ്. രണ്ടാമത്തേത് ക്യാംസ് പല മ്യൂച്വൽ ഫണ്ടുകളുടെയും രജിസ്ട്രാറായി പ്രവർത്തിക്കുന്നു. മ്യൂച്വൽ ഫണ്ട് വഴിയുള്ള സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലേക്കുള്ള സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിക്കുന്നതനുസരിച്ച് ക്യാംസ് എന്ന കമ്പനിയുടെയും പെർഫോമൻസ് ഇംപ്രൂവ് ആകും. ക്യാംസ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 7% ഉയർന്ന് 3759 ക്ലോസിംഗ് നൽകി. 18,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 40.40, ഡിവിഡൻഡ് ഈൽഡ് 1.86%. ക്യാംസിനെ സംബന്ധിച്ചിടത്തോളം 3500 വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടാണ്. 3500 സ്റ്റോക്കിനൊരു സപ്പോർട്ട് ലഭിക്കുകയും 3750 സ്റ്റോക്ക് ഇന്നത്തെ ദിവസം ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ക്യാംസിന് സമാനമായ ബിസിനസ് മോഡലുള്ള കേഫിൻ ടെക്നോളജി എന്ന സ്റ്റോക്കിലും ഇന്ന് 4% റാലി വന്നു. സ്റ്റോക്ക് 1151 ക്ലോസിംഗ് നൽകി. കേഫിൻ ടെക്നോളജിയും 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്നു. 1641 കേഫിൻ ടെക്നോളജിയുടെ 52 വീക്ക് ഹൈ. കേഫിൻ ടെക്നോളജി മാത്രമല്ല, മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസ്, 360 ഒൺവാം, നവോമ വെൽത്ത് മാനേജ്മെൻറ്റ്, ഏഞ്ചൽ വൺ, ആനന്ദ് റാട്ടി വെൽത്ത്, CDSL തുടങ്ങിയ സ്റ്റോക്കുകളിലൊക്കെ ഇന്ന് ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. ഇവിടെ 2020 വരും വർഷങ്ങളിലും മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിലേക്കുള്ള ആളുകളുടെ നിക്ഷേപവും അതോടൊപ്പം തന്നെ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണത്തിലും വർധനവുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഫുൾ സർവീസ് ബ്രോക്കേജ് സ്റ്റോക്കുകളും ബ്രോക്കിംഗ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളും ഔട്ട് പെർഫോം നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ മിഡിൽ ക്ലാസ്സിന് 12 ലക്ഷം രൂപ വരെ നികുതി അടയ്ക്കേണ്ടതില്ല എന്നുള്ള വാർത്ത വന്നതിൻ്റെ ഇമ്പാക്റ്റിൽ അല്ലെങ്കിൽ വാർത്ത വന്നത് മൂലം
ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കൂടുതൽ മണി ഫ്ലോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വഴിയുള്ള മണി ഫ്ലോയിൽ വർധന ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അനലിസ്റ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട പല സ്റ്റോക്കുകളിലും ബൈയിങ് മൊമെൻറ്റം വന്നത്. മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് എന്ന സ്റ്റോക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 12% ഉയർന്നു. കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷനിൽ മാത്രം സ്റ്റോക്ക് 15% റാലി കൈവരിച്ചു. അതേസമയം ഓൾ ടൈം ഹൈയിൽ നിന്ന് 41% ഡിസ്കൗണ്ടിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ മറ്റ് പല സ്റ്റോക്കുകളും ഹെവി ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്നു. കെഫിൻ ടെക്നോളജിയുടെ 52 വീക്ക് ഹൈ 1600, സ്റ്റോക്ക് 1100-അടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. കെഫിൻ ടെക്നോളജി, ക്യാംസ്, മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസ്, ഏഞ്ചൽ വൺ, CDSL തുടങ്ങിയ സ്റ്റോക്കുകളുടെയൊക്കെ പ്രൈസ് ചാർട്ട് നമ്മൾ പരിശോധിച്ചാലും ഇക്കാര്യം വ്യക്തമാകും. അതുകൊണ്ട് ബ്രോക്കിംഗ്, ക്യാപിറ്റൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളിൽ പൊസിഷൻ എടുക്കാൻ ഒരു മികച്ച അവസരമാണ് കൈവന്നിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.